ഹായ്, എല്ലാവരും എന്തു പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു അഴിച്ചുപണിയലാണേ. കുറച്ച് നാളുകൾ മുന്നേ ഈ ഒരു ഓർക്കിഡ് ട്രീ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഗ്രീൻ നെറ്റിനുള്ളിൽ ഫില്ല് ചെയ്തേക്കുന്നത് കരിയിലയാണ്. അന്ന് എൻ്റെ കയ്യിൽ കൊക്കോ ചിപ്സും അതുപോലെ കരിക്കട്ടയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അതുപോലെ കരിയില ഫില്ല് ചെയ്യുന്നതെന്ന് ഞാൻ അന്ന് വീഡിയോ ഇട്ടുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അന്ന് മേടിക്കാനൊക്കെ നോക്കിയിട്ട് ഇവിടെ അടുത്തൊന്നും അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഒരു ബുദ്ധിയിൽ തോന്നിയതാണ് കരിയില ഫില്ല് ചെയ്യാന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അതിനകത്ത് കരിയിലയെല്ലാം ദ്രവിച്ച് ജീർണിച്ച് താഴത്തേക്കൊക്കെ പോകാൻ തുടങ്ങി. എല്ലാ ഭാഗത്തു നിന്നും കരിയില ഫില്ലായിട്ട് നിൽക്കുന്നില്ല കേട്ടോ. മാത്രമല്ല നമ്മുടെ ആ ഗ്രീൻ നെറ്റ് മറിഞ്ഞ് വീഴുന്നുണ്ട്, അതിനകത്ത് ഉറച്ച് നിൽക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് ഇളക്കി എടുത്തിട്ട് ഇപ്പം നിലവിൽ എൻ്റെ കയ്യിൽ കുറച്ച് കരിക്കട്ടയും കൊക്കോ ചിപ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഫില്ല് ചെയ്തിട്ട് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എടുക്കാമെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി നമുക്ക് നമ്മുടെ ഈ ഓർക്കിഡ്സിനെ ആ ത്രെഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇളക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഗ്രീൻ നെറ്റിൻ്റെ ഉള്ളിൽ കരിയിലല്ല കരിക്കട്ടയൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. റൂട്ടെല്ലാം നന്നായിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട്. നല്ല പുതിയ റൂട്ടൊക്കെ വന്നിട്ടുണ്ടേ. കാരണം നമ്മൾ വെറുതെ ഈ ഓർക്കിഡ് എടുത്തിട്ട് ഗ്രീൻ നെറ്റിലേക്ക് കെട്ടിക്കൊടുത്തതല്ല, കുറച്ച് നമ്മുടെ ചകിരി വെച്ചിട്ടാണ് കെട്ടിക്കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ റൂട്ടൊക്കെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. ഒരുപാട് മഞ്ഞ കളറിലായ ഇലകളൊന്നും ഇല്ല. അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പ്ലാന്റ് ഓക്കെ ആണെന്നുള്ളത്. പക്ഷേ ഇത് കണ്ടിട്ട് ഞാൻ ഓക്കെ അല്ല, അതാണ് പ്രോബ്ലം. അങ്ങനെ എല്ലാം നമ്മൾ ഇളക്കിയെടുത്ത് മാറ്റിയതിന് ശേഷം ഗ്രീൻ നെറ്റിനകത്തുള്ള കരിയില നമുക്കൊന്ന് റിമൂവ് ചെയ്യണേ. അതിൻ്റെ ഇടയ്ക്കൊന്നും കരിയിലയില്ല, കാരണം പൊടിഞ്ഞ കരിയിലകൾ താഴത്തേക്ക് പോയപ്പോൾ ചിലപ്പോൾ ഇടയ്ക്കും അതുപോലെ മുകൾ ഭാഗത്തൊന്നും കരിയില ഇല്ല കേട്ടോ. കരിയില നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഇളക്കിയെടുക്കുന്ന കരിയില ഞാൻ പിന്നെ നമ്മുടെ ഡെയ്സി പ്ലാന്റ്സിൻ്റെയൊക്കെ ചുവട്ടിലിട്ട് കൊടുക്കുമായിരുന്നേ. അന്ന് ഈ ഗ്രീൻ നെറ്റ് വെറുതെ ഇവിടെ കിടക്കുന്ന കണ്ടപ്പോൾ എൻ്റെ മൈൻഡിൽ തോന്നിയ ഒരു ഐഡിയ ആണ്. ചിലപ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ട് ഞാൻ എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടുന്നതെന്ന്. അന്ന് എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഇതുപോലെ കരിയിലേക്ക് ഫില്ല് ചെയ്ത് ഇതിനകത്ത് ഇതുപോലെ നട്ടു വെച്ചത്. ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലേ, നമ്മുടെ പ്രതീക്ഷയോളം സക്സസ് ആയെന്ന് വരില്ല. അങ്ങനെ ആവുമ്പോൾ എന്നാൽ പിന്നെ അത് അങ്ങനെ അങ്ങ് പോട്ടേന്ന് വെച്ച് ഉപേക്ഷിച്ച് കളയാൻ എനിക്ക് തോന്നാറില്ല കേട്ടോ. എങ്ങനെയാണോ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അതിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. എന്തായാലും ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ എനിക്ക് ഹാപ്പിനെസ് നൽകുന്നുണ്ട് കേട്ടോ. അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഇപ്പോൾ ഈ മണ്ണിട്ട് ഉറപ്പിച്ച് നിർത്തുന്നത് അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ കുറച്ച് സിമൻറ്റും കൂടെ ഇട്ട് അതിൻ്റെ മുകളിൽ ഈ ഗ്രീൻ നെറ്റ് വെച്ച് ഉറപ്പിച്ച് നിർത്തുകയാണെങ്കിൽ കുറച്ചുകൂടെ ബലമായിട്ട് അവിടെ നിൽക്കും എന്നുള്ളത്. ഇപ്പോൾ എന്തായാലും കയ്യിൽ സിമൻറ്റും പാറപ്പൊടിയൊന്നും ഇല്ല. ഇനി ഒരു സമയത്ത് നമുക്കിതിനെ എല്ലാം ഇളക്കിയിട്ട് സിമൻറ്റൊക്കെ വെച്ച് ഉറപ്പിച്ച് നിർത്താം. ഇനി നമ്മുടെ കയ്യിലുള്ള കരിക്കട്ടയും കൊക്കോ ചിപ്സും കൂടി ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവേ. ഇതെല്ലാം ഞാൻ സാഫിലിട്ട് കഴുകി എടുത്തു വെച്ചിട്ടുള്ളതാണേ. ഈ ഗാർഡനിങ് ചെയ്യുന്നവർക്ക് ഒരിക്കലും സമയം തികയാറില്ലല്ലേ, കാരണം എന്തെങ്കിലുമൊക്കെ പണികൾ ഉണ്ടാവുമല്ലേ. ഓരോ പണികൾ ചെയ്യുമ്പോഴും എത്രത്തോളം അതിനെ കൂടുതൽ മനോഹരമാക്കാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിനുവേണ്ടി ഒരുപാട് കാശ് ചിലവാക്കാനല്ല, നമ്മുടെ കയ്യിൽ പറ്റുന്ന രീതിയിൽ നമുക്കതിനെ എത്രത്തോളം മനോഹരമാക്കാമെന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. കാശ് ചിലവാക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. കഴിഞ്ഞ മാസം ഒരു ചെടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നാളായിട്ട് മിക്കവാറും എല്ലാ മാസങ്ങളിലും ഞാൻ ചെടികൾ മേടിച്ച് കൂട്ടാറുണ്ട്. കഴിഞ്ഞ മാസം എന്തായാലും ഞാൻ ശപഥം ചെയ്തത് അങ്ങ് സാധിച്ചു കേട്ടോ. ഒരുപാട് ചെടികളുടെ ഗ്രൂപ്പിലൊക്കെ ആഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ചെടികളുടെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ വേണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ മനസ്സിനെ ഞാനങ്ങ് കൺട്രോൾ ചെയ്ത് നിർത്തുമായിരുന്നേ. എക്സോട്ടിക് വിങ്കയുടെ ഗ്രൂപ്പിലാണെങ്കിൽ ഒരുപാട് വിങ്കാസ് വരാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് വേണമെന്ന് ഒരുപാട് മോഹം തോന്നാറുണ്ടേ. നമ്മുടെ ബ്ലാക്ക് മൂൺ വിങ്കയൊക്കെ ഏകദേശം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. നല്ല പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വേറെ 2 വിങ്ക പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് അങ്ങ് നശിച്ചു പോയത്.
പച്ചമുളകിനൊക്കെ വാട്ടരോഗം വരികയെന്ന് പണ്ട് ബയോളജിയിൽ പഠിച്ചൊരു ഓർമ്മയാണ് എനിക്ക് വരുന്നത്. അതുപോലെ രാവിലെ നേരെ നിന്നിട്ട് ഈവനിങ് ആകുമ്പോൾ മൊത്തം വാടിക്കിടക്കുകയാണ്. എന്നാൽ എൻ്റെ ഇലകളിലോ തണ്ടുകളിലോ റൂട്ടുകളിലോ ഒന്നും ഒരു പ്രോബ്ലം കാണാനും ഇല്ല. അന്ന് ആദ്യം ഞാൻ കരുതിയത് വെള്ളം ഒഴിക്കുമ്പോൾ രാവിലെ ആകുമ്പോൾ അത് ഓക്കെ ആയിക്കൊള്ളുമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, രാവിലെ ആയിട്ടും അവർ അതുപോലെ തന്നെ വാടി കിടക്കുകയായിരുന്നു കേട്ടോ. സാഫും സ്യൂഡോമോണാസും ഒന്നും കൊടുത്തിട്ട് രക്ഷപ്പെട്ട് കിട്ടിയിട്ടില്ല. ശരിക്കും ആ ഒരു കാരണമൊക്കെ കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ മാസം വിങ്ക കണ്ടെങ്കിലും ഞാൻ കൺട്രോൾ ചെയ്ത് നിർത്തിയത്. കാരണം ഇനിയുള്ള പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വന്നതിന് ശേഷം മാത്രമേ ചെടികൾ മേടിക്കുന്നുള്ളൂ എന്നാണേ. എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല റെഡ് കളറിലെ വിങ്കായും അതുപോലെ നമ്മുടെ ചൈനീസ് ബോൾസം ഒരു പ്രത്യേക വെറൈറ്റി എൻ്റെ മനസ്സിലുള്ള 1-2 കളർ കൂടിയൊക്കെ വേണമെന്ന് എനിക്ക് എപ്പോഴും ആഗ്രഹം തോന്നാറുണ്ട്. ഓൺലൈനായിട്ട് എന്തായാലും മേടിക്കുന്നില്ല. എവിടെയെങ്കിലും പോകുമ്പോൾ ഏതെങ്കിലും നഴ്സറിയിലൊക്കെ കാണുവാണെങ്കിൽ മേടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടേ. അതുപോലെ നിറയെ പൂക്കളായിട്ട് നിന്ന നമ്മുടെ ഒരു യെല്ലോ പെറ്റൂണിയ, അത് ഇതുപോലെ വാട്ടരോഗം വന്ന് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു കട്ടിങ്സ് എടുത്ത് വെച്ചിട്ട് വേറൊരു പ്ലാന്റ് ഉണ്ടാക്കി. അത് നിറയെ പൂക്കളായിട്ട് നിന്നതായിരുന്നു. അതും ഇതുപോലെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങ് നശിച്ചു പോയിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ എൻ്റെ വിഷമം അതൊന്നുമല്ല, നമ്മുടെ നിറയെ പൂക്കളായിട്ട് നിന്ന നമ്മുടെ ഒരു മെലസ്റ്റോമ പ്ലാന്റ്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിലെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് അതിനെ കാണാൻ പറ്റും. ഇതിപ്പോൾ എടുത്തു വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ വീഡിയോ ആണേ. നിലവിൽ ആ മെലസ്റ്റോമ പ്ലാന്റ് മൊത്തത്തിൽ പോയിട്ടുണ്ട്. അതെനിക്ക് ഒത്തിരി സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അന്ന് 3 മെലസ്റ്റോമ പ്ലാന്റ് മേടിച്ച് നട്ടതിൽ ഒരു പ്ലാന്റ് ആ ഇടയ്ക്ക് തന്നെ നട്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അങ്ങ് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. വേറെ ഇപ്പോൾ നശിച്ചു പോയി എന്ന് പറഞ്ഞ ആ പ്ലാന്റാണ് നല്ല ഹെൽത്തി ആയിട്ട് നിന്നത്. അതിന് എന്താണ് പറ്റിയതെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ വിഷമങ്ങൾ ഉണ്ടാക്കും എങ്കിലും വീണ്ടും നമുക്ക് ഇതുപോലുള്ള ചില പൂക്കൾ ഒരുപാട് ഫ്ലവറായി നല്ല ഹെൽത്തി ആയി നിൽക്കുന്നത് വീണ്ടും വീണ്ടും ചെടികൾ നടാനുള്ള ഒരു പ്രചോദനമാണേ. അല്ലാതെ എൻ്റെ ചെടികളൊക്കെ നശിച്ചു പോകുന്നല്ലോ, ഇനി എനിക്കതുകൊണ്ട് ചെടികളൊന്നും വേണ്ടാന്ന് എനിക്കൊരിക്കലും തോന്നാറില്ല. അങ്ങനെ വർത്താനം പറഞ്ഞ് നമ്മുടെ പണികൾ ഏകദേശം തീരാറായിട്ടുണ്ടേ. നമ്മൾ അതിനകത്ത് കരിക്കട്ടയൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഓരോ പ്ലാന്റും ഇതുപോലെ എടുത്ത് കെട്ടിക്കൊടുക്കുകയാണേ. ചകിരി നമ്മൾ ഓൾറെഡി ആ പ്ലാന്റിൽ വെച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ അഴിച്ചെടുത്ത ആ ത്രെഡ് കൊണ്ട് തന്നെ ഞാനങ്ങ് കെട്ടിക്കൊടുക്കുകയാണേ. നമ്മൾ മെഷീനിൽ തയ്ക്കുന്ന നൂല് കൊണ്ടല്ല കേട്ടോ ഇതെല്ലാം കെട്ടി വെച്ചിരിക്കുന്നത്. കുറച്ചുകൂടെ കട്ടിയുള്ള ഒരു നൂലായതുകൊണ്ട് ഇതുവരെയും ആ നൂലിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഓർക്കിഡ് ട്രീ ഉണ്ടാക്കുമ്പോൾ എന്തായാലും പ്ലാന്റിൽ കുറച്ച് ചകിരി വെച്ചതിന് ശേഷം വേണം ഇതുപോലെ നെറ്റിലേക്ക് കെട്ടിക്കൊടുക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി ഇതിനകത്ത് ചകിരി വെച്ചിട്ടുള്ളത് കൊണ്ടാണ് പിന്നെ അതിന് നിൽക്കാത്തതേ. അപ്പോൾ നല്ല റൂട്ടൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വന്നോളും. നമ്മുടെ കരിയിലേക്ക് എല്ലാ ഭാഗത്തും ഇല്ല എന്നുണ്ടെങ്കിലും ആ ചകിരി വെച്ചിട്ടുള്ളത് കൊണ്ടാണ് പ്ലാന്റ് ഇപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കണതേ. അതിൻ്റെ ഇടയിൽ മോൻ മദ്രസയിലെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എന്നിട്ട് സൈക്കിൾ ചവിട്ടാനായിട്ട് സൈക്കിൾ എടുക്കുകയാണ്. എന്നോട് ചോദിക്കുമായിരുന്നു വീഡിയോ ഓൺ ആണോ എന്നുള്ളത്. എന്നിട്ട് മോനും ചോദിക്കുന്നുണ്ടായിരുന്നു, ഉമ്മി ഇതുപോലെ തന്നെ മുന്നേ ചെയ്തതല്ലേ, പിന്നെ എന്തിനാണ് വീണ്ടും ഇതിനെല്ലാം അഴിച്ചെടുത്തത് എന്നുള്ളത്. മോൻ ചോദിക്കുന്നത് ഇത് നന്നായിട്ട് ഇരിക്കുമായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് അത് അഴിച്ചെടുത്തത് എന്നുള്ളതാണേ. പക്ഷെ നമുക്കല്ലേ സത്യാവസ്ഥ അറിയുള്ളൂ അല്ലേ. വീട്ടിൽ ഒരുപാട് പേരുണ്ടെന്നുണ്ടെങ്കിലും പ്ലാന്റ്സിന് വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ തന്നെ ഉണ്ടാവണമല്ലേ. ചിലപ്പോൾ ചെടി വാടിക്കിടക്കുന്നെന്ന് പറഞ്ഞാൽ ആ വാടിക്കിടക്കുന്ന ചെടിക്ക് കുറച്ച് വെള്ളം ഒഴിക്കാൻ പറഞ്ഞാലും ഇവരെല്ലാം വന്ന് ഏത് ചെടിയാണ് വാടിക്കിടക്കുന്നതെന്ന് നോക്കി ഇങ്ങനെ നിൽക്കാറേ ഉള്ളൂ. പക്ഷേ പെട്ടെന്നൊന്നും അത് കണ്ടുപിടിക്കാൻ അവർക്ക് സാധിക്കാറില്ല കേട്ടോ. എന്നാലും ഞാൻ ഇല്ലാത്തപ്പോഴൊക്കെ അവർ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ടേ, ഇല്ലെന്നല്ല പറഞ്ഞത്. അങ്ങനെ പണികളെല്ലാം കഴിഞ്ഞപ്പോൾ ഏകദേശം സന്ധ്യ ആയിട്ടുണ്ടേ. ഇനി ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. എന്തായാലും അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ, ബൈ.